ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ക്രോമിലുള്ള ഡിഫോൾട്ട് ഡൗൺലോഡ് പാത്ത് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ കമ്പ്യൂട്ടറിൽ എവിടെ സേവ് ആവണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ശേഷം ഈ മുകളിലുള്ള ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റിങ്സിൻ്റെ എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. അതിൽ ഈ ഡൗൺലോഡ്സ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ചേഞ്ച് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ലൊക്കേഷൻ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഡി ഡ്രൈവ് ആണ് കൊടുക്കുന്നത്. അതിന് ശേഷം സെലക്ട് ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പാത്ത് മാറിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇനി ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ ഫയലുകളും നേരെ ഡി ഡ്രൈവിലായിരിക്കും പോയിട്ട് സേവ് ആവുക. അല്ലെങ്കിൽ നമുക്ക് ഡി ഡ്രൈവിലുള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിലേക്കായിരിക്കും പിന്നീട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ ഫയലുകളും സേവ് ആവുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഓരോ ഫയലുകളും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോൾഡേഴ്സിലാണ് സേവ് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ മ്യൂസിക് എല്ലാം ഒരു ഫോൾഡറിൽ, വീഡിയോസ് എല്ലാം ഒരു ഫോൾഡറിൽ, അങ്ങനെ സേവ് ചെയ്യേണ്ട കേസിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആസ്ക് വെയർ ടു സേവ് ഈച്ച് ഫയൽ ബിഫോർ ഡൗൺലോഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തും നിങ്ങളോട് ചോദിക്കും ഇത് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒരു ബോക്സ് നിങ്ങൾക്ക് വരും. അപ്പോൾ അതിൽ ആ പാത്ത് കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫയൽ ടൈപ്പുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോൾഡേഴ്സിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്